ചില പ്രോഡക്ട്സ് എന്ന് പറയുന്നത് കോൺക്രീറ്റിന് മുകളിൽ നമ്മൾ ഈ വാട്ടർ പ്രൂഫിംഗ് ലെയർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ സ്ക്രീഡ് ഇടേണ്ടത് അല്ലെങ്കിൽ മട്ടി ഇടുക എന്ന് പറയാറുണ്ട്. ഈ ലെയറിനെ വാട്ടർ പ്രൂഫിംഗ് ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ സ്ക്രീഡിങ് കൊടുക്കുന്നത്. നമ്മളിവിടെ പരിക്കനിടുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല ഇതിനകത്ത് അത് ഡാമേജ് ആയോ അതോ അത് എഫക്റ്റീവ് ആണോ എന്നുള്ളത്. ഇപ്പം പെയിൻറ്റും അവൈലബിൾ ആണ്. അതിൻ്റെ മുകളിലൊരു കോട്ടിംഗ് പോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം അത് നമുക്ക് റിപ്പയർ ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഫൈബർ മെഷ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അത് ഇച്ചിരി ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയും ആ പെയിൻറ്റിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടി. തിക്നെസ് കൂടുമ്പം പെയിൻറ്റ് ക്രാക്ക് ആകാനും ഉള്ള ചില സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രൊഡക്ട്സിനാണ് ഈ ഫൈബർ മെഷ് ഉപയോഗിക്കുന്നത്. ഇത്ര തിക്നെസ് അടിക്കേണ്ട ഒരു 1 mm തിക്നെസ് അടിക്കേണ്ട ഒരു പെയിൻറ്റ് നമ്മളെടുത്ത് 4 mm അടിച്ചു എന്ന് പറയാൻ പറ്റുമെന്നേ ഉള്ളൂ. അതായത് പെർഫോമൻസ് കിട്ടും. ടെക്നിക്കൽ ഡാറ്റ ഷീറ്റ് നോക്കിയിട്ടല്ലാതെ ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നമ്മൾ വിചാരിച്ച എഫക്റ്റ് കിട്ടില്ല. പ്രൈസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. 1 mm ആണെങ്കിൽ ആ ഒരു 0.5 അടിച്ചു കഴിഞ്ഞാൽ സംഭവം അടിച്ച പോലെ ഫീലൊക്കെ ചെയ്യും, പക്ഷെ ഉപകാരം ഉണ്ടാവണമെന്നില്ല. നമ്മൾ പലയിടത്തും ഇത്ര ലിറ്റർ പെയിന്റ് അടിക്കാനുള്ള നമ്മൾ കൊട്ടേഷൻ കൊടുക്കാറുണ്ട്. പൊതുവെ കണ്ടുവരുന്നത് ഒരു 20 ലിറ്ററോ 100 ലിറ്റർ അടിക്കേണ്ടി എടുത്ത് 20-40 ലിറ്ററിനുള്ളിൽ അവർ അടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് അടിച്ചു എന്ന് പറയും. അതുകൊണ്ട് ഡ്യൂറബിലിറ്റി നമുക്ക് കിട്ടാറില്ല. കൊട്ടേഷൻ മേടിക്കുമ്പോൾ ബാർഗെയിൻ ചെയ്ത് വില കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡൈലൂഷനാണ് കൂടുന്നത്, അല്ലാതെ പ്രൈസ് അല്ല കുറയുന്നത്. അതെ, നമ്മൾ പറയാറുള്ളതെന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയക്ക് എത്ര പെയിന്റ് വേണം, അത്രയും പെയിന്റ് അവിടെ ചെലവാക്കുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. പാലായാലും പെയിന്റ് ആയാലും വെള്ളം ചേർത്താൽ വില കുറയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ വില കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഡയലൂട്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടതില്ല. നമ്മുടെ വീട് സ്ട്രോങ് ആയിരിക്കട്ടെ അല്ലേ.